ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇന്ത്യയിലേക്ക് ഒരു കോള് വരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക്. അതിനുശേഷം ലോകം കാത്തിരുന്ന കൂടിക്കാഴ്ച അലാസ്കയിലെ ആങ്കറേജിൽ നടക്കുന്നു. ട്രംപും പുടിനും അവിടെ കൂടിക്കാഴ്ച നടത്തുന്നു 3 മണിക്കൂർ. പോസിറ്റീവ് നോട്ടിൽ ആ കൂടിക്കാഴ്ച പിരിയുന്നു എന്ന് പറയുന്നു. ട്രംപ് വാലിന് തീ പിടിച്ചതുപോലെ ഓടുന്നു. സെലൻസ്കിയെ വിളിക്കുന്നു, യൂറോപ്യൻ യൂണിയനെ വിളിക്കുന്നു, പല പല നേതാക്കളെ യൂറോപ്പിലുള്ളവരെ വിളിക്കുന്നു, കെയർ സ്റ്റാർമറെ വിളിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു, പല ശ്രമങ്ങളും നടത്തുന്നു. ആ കൂടിക്കാഴ്ചക്കിടയിൽ അമേരിക്കൻ കമ്പനികൾ, ഇന്ത്യയിലുള്ള അമേരിക്കൻ വൻകിട ടെക് ഭീമന്മാരും വൻകിട കമ്പനികളും നഷ്ടത്തിലേക്ക് കൂപ്പുകുത്താൻ പോകുന്നു ട്രംപിന്റെ താരിഫ് കാരണം എന്നുള്ള റിപ്പോർട്ടുകൾ അമേരിക്കയിൽ സജീവ ചർച്ചയാകുന്നു. അങ്ങനെ കൂടിക്കാഴ്ച കഴിയുന്നു. കൂടിക്കാഴ്ച കഴിഞ്ഞ ശേഷം വീണ്ടും അതേ കോള് നരേന്ദ്രമോദിക്ക് ഇന്ത്യയിലേക്ക് വരുന്നു. ഉടനെ തന്നെ നമ്മൾ വേറൊരു വാർത്തയും കേൾക്കുന്നു. ഇന്ത്യയുടെ മേൽ പ്രഖ്യാപിച്ചിരുന്ന 50% താരിഫ് 2 ആഴ്ചത്തേക്ക് ഞാൻ മരവിപ്പിക്കുകയാണ് എന്ന് ട്രംപ് പറയുന്നു. കൂടിക്കാഴ്ച നടത്തിയവർ ട്രംപും പുടിനുമാണ്. പക്ഷേ ഇന്ത്യയിലേക്ക് ആരാണ് വിളിച്ചത് എന്നുള്ള ചോദ്യത്തിന് കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി ഒരു ട്വീറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോഴാണ് നാട്ടുകാർ ഇതൊക്കെ അറിയുന്നത്. താങ്ക്സ് മൈ ഫ്രണ്ട് പ്രസിഡന്റ് പുടിൻ ഫോർ ഹിസ് ഫോൺ കോൾ ആൻഡ് ഫോർ ഷെയറിംഗ് ഇൻസൈറ്റ്സ് ഓൺ ഹിസ് റീസെന്റ് മീറ്റിംഗ് വിത്ത് പ്രസിഡന്റ് ട്രംപ് ഇൻ അലാസ്ക എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ ഹാസ് കൺസിസ്റ്റന്റ്ലി കോൾഡ് ഫോർ എ പീസ്ഫുൾ റെസൊല്യൂഷൻ ഓഫ് ദ യുക്രൈൻ കോൺഫ്ലിക്ട്സ് ആൻഡ് സപ്പോർട്ട് ഓൾ എഫേർട്സ് ഇൻ ദിസ് റിഗാർഡ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊരു വലിയൊരു സംഭവമാണ്. ഇതിന്റെ ഒരു ഗ്രാവിറ്റി മനസ്സിലാകണമെങ്കിൽ ഒരു കഥ കൂടെ ഞാൻ പറയാം. ഹിറ്റ്ലർ ലോകത്തെ വിറപ്പിച്ച ഏറ്റവും വലിയ സ്വേച്ഛാധിപതിയായിരുന്നു. ആ ഹിറ്റ്ലറുടെ തോളിൽ കൈയിട്ട് സംസാരിക്കാൻ ലോകത്ത് ഭയമില്ലാതിരുന്ന അല്ലെങ്കിൽ അനുവാദമുണ്ടായിരുന്ന ഒരേ ഒരു ആളെ ഉണ്ടായിരുന്നുള്ളൂ, സുഭാഷ് ചന്ദ്രബോസ്. നമ്മുടെ സുഭാഷ് ചന്ദ്രബോസാണ് ഹിറ്റ്ലറിന്റെ തോളിൽ കൈയിട്ട് സംസാരിച്ചത്. അതുപോലെ പുടിൻ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഏകാധിപതിയാണ്. അമേരിക്ക പോലും ഭയക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് പോകാനോ അദ്ദേഹത്തിന് ഒന്ന് കൈ കൊടുക്കാനോ പോലും ഇവിടെയുള്ള പല കൊടികെട്ടിയ യൂറോപ്പിലെയും അമേരിക്കയിലെയും നേതാക്കൾ ഭയക്കും. കാരണം അദ്ദേഹത്തിന്റെ ചാരന്മാർ എപ്പോഴും ചുറ്റും കാണും. അദ്ദേഹത്തിന് തൊടാൻ പോലും അനുമതിയില്ല. പക്ഷേ അങ്ങനെ ഇല്ലാത്തൊരു മനുഷ്യന്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തെ ഒരു ഉപാധിയുമില്ലാതെ കെട്ടിപ്പിടിച്ച് തോളിൽ കൈയിട്ട് സംസാരിക്കാൻ ഇന്ന് ലോകത്തൊരു നേതാവിനെ കഴിയും. ആ നേതാവാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദിയെ അദ്ദേഹം വിളിച്ച് ഞാൻ അവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം വള്ളി പുള്ളി തെറ്റാതെ വിശദീകരിക്കുകയാണെങ്കിൽ നമ്മുടെ റേഞ്ച് എന്തായിരിക്കും എന്ന് ട്രംപിന് ഒന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇതൊരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. ഇത് നാട്ടുകാരെ അറിയണം. ഇനി അടുത്തത് നമ്മൾ നടത്താൻ പോകുന്ന നീക്കം, അത് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു നീക്കമാണ്. അതിന്റെ കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ മൂവ് ഓൺ ചെയ്യുകയാണെന്നാണ് അറിയാൻ സാധിച്ചത്. റഷ്യയും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഒരു സഖ്യം, അത് ഷാങ്ഹായ് ഉച്ചകോടിയിൽ അതിന്റെ കൂടിക്കാഴ്ച ഇപ്പോൾ നടക്കാൻ പോകുന്നു എന്ന് അറിയുന്നു. അതേസമയം വിദേശകാര്യമന്ത്രി, ചൈനയുടെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിലുണ്ട്. എനിക്ക് തോന്നുന്നു അജിത് ഡോവൽ റഷ്യയിലേക്കോ മറ്റോ പോവുകയാണോ, അല്ലെങ്കിൽ ജയശങ്കർ റഷ്യയിലോട്ടോ മറ്റോ പോവുകയാണോ എന്നുള്ളൊരു റിപ്പോർട്ട് വരുന്നു. വിദേശകാര്യമന്ത്രി പ്രധാനമന്ത്രിയെ കാണും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. അതിനിടയിൽ ചൈന കാര്യങ്ങളെല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യാം എന്നുള്ള ഒരു സഹായഹസ്തം, ഒരു സൗഹൃദ കരം നീട്ടിയിരിക്കുകയാണ്. അപ്പോഴും ഇന്ത്യയുടെ സ്റ്റാൻഡിൽ നിന്ന് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല. ചൈനയും തായ്വാനും തമ്മിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മൾ എപ്പോഴും പറയുന്നത് തായ്വാനുമായിട്ട് നമ്മൾ കച്ചവടം നടത്തുന്നുണ്ട്, ആ കച്ചവടത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ, ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറയുന്നു. ഒരു കാര്യത്തിലും കോംപ്രമൈസ് ഇല്ല. പിന്നെ അടുത്തത് നമ്മുടെ അതിർത്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതിർത്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ ഒരു ഇഞ്ച് പിന്നോട്ട് പോകാൻ തയ്യാറല്ല. 3 ഓഫറുകൾ ചൈന മുന്നിലേക്ക് വെച്ചു. അതിർത്തി തർക്കം പരിഹരിക്കാം, തായ്വാനുമായിട്ട് നിങ്ങൾ നടത്തിക്കോളൂ, കുഴപ്പം, കൃത്യമായിട്ടുള്ള സൗഹൃദത്തിൽ നമുക്ക് മുന്നോട്ട് പോകാമെന്ന് ചൈനയാണ് ഇന്ത്യയോട് ഇങ്ങോട്ടേക്ക് പറയുന്നത് എന്ന് ആലോചിച്ച് നോക്കണം. ഇത് അടുത്തൊരു കാര്യം. ഇനി ഇതിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ അത് വളരെ വലിയൊരു കാര്യമാണ്. ഈ ലോകമഹായുദ്ധം എന്ന് പറയുമ്പോൾ അതിലൊരു യുദ്ധം ഇറാഖും ഗൾഫ് രാജ്യങ്ങളുമായിട്ട് നടന്നത് നമുക്കറിയാം. എണ്ണയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു, മാക്സിമം ഊർജത്തിന് വേണ്ടിയിട്ടാണ് യുദ്ധങ്ങളൊക്കെ നടക്കുന്നത്. ഇപ്പൊ നമ്മള് ആകാശത്തേക്ക് നമ്മുടെ സൗത്ത് പോളില് മൂണിന്റെ സൗത്ത് പോളില് നമ്മൾ കൊണ്ട് ലാൻഡ് ചെയ്തല്ലോ നമ്മുടെ പേടകം.
ആ പേടകം ലാൻഡ് ചെയ്യുമ്പോൾ പല ആൾക്കാരും വിചാരിക്കും മൂണിന്റെ സൗത്ത് പോളിൽ ഒരു പേടകം ലാൻഡ് ചെയ്യുന്നതിൽ എന്താണ് ഇത്ര വലിയ മഹിമയിരിക്കുന്നത്, ഇത്രയും പൈസ മുടക്കി ആ സൗത്ത് പോളിൽ എന്തിനാണ് ഈ പേടകം കൊണ്ട് ലാൻഡ് ചെയ്യുന്നത്? അത് മൂൺ ഇങ്ങനെ ഇരിക്കുകയാണ്, അതിന്റെ ഇവിടെ ലാൻഡ് ചെയ്യാം, ഇവിടെ ലാൻഡ് ചെയ്യാം, പക്ഷെ അതിന്റെ എക്സാക്ട് സൗത്ത് പോൾ, ഇപ്പൊ നമ്മളതാണെങ്കിൽ ആർട്ടിക്കും അന്റാർട്ടിക്കും, അതാണ് നമ്മുടെ നോർത്തും സൗത്തും പോളുകൾ, അവിടെ പോയി ലാൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു അച്ചീവ്മെന്റ് ആണ്. പക്ഷെ എന്താണ് അത്, വാട്ട് ഈസ് ദ പോയിന്റ്, എന്താണ് അതിൽ കാര്യമെന്ന് പല ആൾക്കാരും ചോദിക്കും. അതില് ഹീലിയം ഐസോട്ടോപ്പ് എന്ന് പറയുന്ന വലിയൊരു ധാതുവാണോ ഗ്യാസ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. ആ ഒരു സംഭവം അവിടെ ഉണ്ട്. അപ്പോൾ അത് ഇന്ത്യയല്ല ലോകത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഭൂമിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ഈ ന്യൂക്ലിയർ പവർ പോലും പരാജയപ്പെട്ടു പോകുമെന്നാണ് പറയുന്നത്. നമുക്കറിയാം, എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളൊക്കെ ലോകത്ത് ഇപ്പൊ സമ്പന്ന രാഷ്ട്രങ്ങളാണ്. അത് കഴിഞ്ഞ് ഈ ഹീലിയം ഐസോട്ടോപ്പിന് വേണ്ടിയിട്ടുള്ളൊരു പ്രക്രിയയാണ് നടക്കുന്നത്. അതിന്റെ പിച്ച വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മൾ സൗത്ത് പോളിൽ നമ്മൾ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയിട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇപ്പോ അടുത്തൊരു യുദ്ധം വരാനായിട്ട് സാധ്യതയുണ്ടെന്ന് പല ആൾക്കാരും പറയുന്നത് റെയർ എർത്ത് മെറ്റൽസ് ആണ്. കാരണം ഈ ലോകത്ത് ഇനി റെയർ എർത്ത് മെറ്റൽസിന്റെ കാലമാണ് വരുന്നത്. ഡിഫൻസിൽ ആവശ്യമുണ്ട്, നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിൾസിൽ ആവശ്യമുണ്ട്, പല കാര്യങ്ങളും ഇത് ആവശ്യമുണ്ട്. ഈ റെയർ എർത്ത് മെറ്റൽസിന്റെ 60% മൈനിങ്ങും ചൈനയാണ് നടത്തുന്നത്. 90% അവർ റിഫൈൻ ചെയ്യുന്നതും ചൈനയാണ്. റെയർ എർത്ത് മെറ്റൽസ്, ഈ മെറ്റൽസ് ചൈന ആർക്കും കൊടുക്കുന്നില്ല, നിങ്ങൾക്ക് തരാം, അതായത് ഇന്ത്യക്ക് തരാം എന്ന് ചൈന പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നടക്കുന്നു. അതിന്റെ ഇടയിൽ നമ്മൾ ഷാങ്ഹായ് ഉച്ചകോടിയിൽ ട്രംപിനെയും കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് നരേന്ദ്രമോദി പുടിനെയും കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് നരേന്ദ്രമോദി ഷീ ജിങ് പിങ്ങുമായിട്ട് വലിയൊരു ചർച്ച നടത്താനായിട്ട് പോകുന്നു. അപ്പോഴും നമ്മുടെ തെരുവ് വീഥികളിലൂടെ തെരാപ്പര രാഹുൽ ഗാന്ധി ആ ചൊറി യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ട്രംപ് സെലൻസ്കിയെ വിളിച്ചിരുത്തി തോളിൽ കൈയിട്ട് യാതൊരു ഉപാധികളുമില്ലാതെ യുദ്ധം നിർത്താൻ നിങ്ങളെ കൊണ്ട് മാത്രമേ സാധിക്കൂ, എത്രയും പെട്ടെന്ന് യുദ്ധം നിർത്തിക്കോളൂ എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ നിലവിളിക്കുകയാണ്. കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ടാണ് ബിജുചേട്ടാ? കഴിഞ്ഞ 72 മണിക്കൂറിനകം നമ്മുടെ ഈ ലോകത്ത് നരേന്ദ്രമോദി മുമ്പ് പറഞ്ഞിരുന്നു, നരേന്ദ്രമോദി മാത്രമല്ല, ബ്രിക്സ് സമ്മേളനത്തിൽ, ഇപ്പൊ ഈ കഴിഞ്ഞുപോയ ബ്രിക്സ് സമ്മേളനത്തിൽ അന്ന് അവിടെ പങ്കെടുത്ത രാജ്യങ്ങൾ പറഞ്ഞത് ലോകം ഇന്ന് ബഹുമുഖ വ്യത്യാസത്തിലാണ് നിൽക്കുന്നത്. അതായത് ഏകദ്വന്ദ്വമായിട്ട് നിൽക്കുന്ന ഒരു പ്രതിഭാസത്തിലല്ല പോകുന്നത്. അതായത് അമേരിക്കയെ മാത്രം മുൻനിർത്തി പോകുന്ന ഒരു ലോകക്രമമല്ല, ബഹുമുഖ ലോകക്രമമാണ് ഇപ്പോൾ ഉള്ളത്. അതിന് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രസീലിൽ പറഞ്ഞത്, സൗത്ത് ഏഷ്യ അതിനെ അവഗണിച്ചുകൊണ്ട് ഇനി ലോകത്തിന് മുൻപോട്ട് പോകാൻ കഴിയില്ല എന്ന്. പക്ഷെ അന്നത് പലരും ചിരിച്ചു തള്ളിയിരുന്നു, ഇവരെന്ത് ചെയ്യാനാണെന്ന് കരുതിയിരുന്നു. കാരണം സ്വാഭാവികമായും റഷ്യ സാമ്പത്തികമായി ദുർബലമാണ്, സൈനികപരമായിട്ടല്ല, സാമ്പത്തികമായി ദുർബലമാണ്. ചൈനയിലും ചെറിയ ക്രൈസിസ് ഉണ്ട്, ഇന്ത്യയും ഇങ്ങനെ തന്നെ പോകുന്നു. അപ്പൊ ഇന്ത്യയും ചൈനയും തമ്മിൽ ശത്രുക്കളാണെങ്കിൽ ഇവരെവിടെ ഒന്നിക്കാനാണ്? റഷ്യക്കാണെന്നുണ്ടെങ്കിൽ പഴയ പോലെ സമ്പത്തും കാര്യങ്ങളും ഇല്ല. പിന്നെ അതിനകത്തുള്ളത് ഒരു രാജ്യം ബ്രസീല്, ദക്ഷിണാഫ്രിക്ക, ഈജിപ്റ്റ്, UAE, ഇന്തോനേഷ്യ, ഇവരൊക്കെ കൂടെ ചേർന്നിട്ട് എന്ത് ചെയ്യാനാണ് എന്നായിരുന്നു മുമ്പ് യൂറോപ്യൻസ് കരുതിയിരുന്നത്. പക്ഷെ ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇതിന്റെ ഗതി മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ ഇന്നലെ കണ്ട കാര്യം, യൂറോപ്പിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ ട്രംപും സെലൻസ്കിയും യൂറോപ്യൻ യൂണിയൻ നേതാക്കളും ഒക്കെ കൊണ്ടുപിടിച്ചൊരു ശ്രമം, ഒരു യുദ്ധം തീർക്കുന്നതിന്റെ വലിയ തിരക്കിട്ട് നിൽക്കുന്നു. സമാനമായ രീതിയിൽ കിഴക്കൻ ഏഷ്യയിൽ വലിയ ചലനങ്ങളാണ് ഉണ്ടാകുന്നത്. ഒന്ന്, ചൈനയിലെ വിദേശകാര്യമന്ത്രി വാങ് യി ഇന്ത്യയിലെത്തുന്നു. ജയശങ്കറുമായിട്ട് ഇന്നലെ അദ്ദേഹം വന്ന ഉടൻ തന്നെ ചർച്ച നടത്തി. അതിനുശേഷം ജയശങ്കർ നേരെ പോയിരിക്കുന്നത് റഷ്യയിലാണ്. ഇപ്പോൾ അദ്ദേഹം റഷ്യയിലുണ്ട്. അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് മറ്റൊരു വാർത്ത എത്തുന്നു, വാങ് യി ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ ഇപ്പോൾ മീറ്റ് ചെയ്യും. ഇന്ന് തന്നെ, ടൈമിങ് എപ്പോഴാണെന്ന് അറിയില്ല, ഇപ്പോൾ വന്നിരിക്കുന്നു, മീറ്റ് ചെയ്യും. ഇത് ഞാൻ ഇതിനോട് കൂട്ടി വായിക്കുന്നത്, നമ്മളുടെ ശ്രീ എസ് ജയശങ്കർ ചൈനയിൽ പോയിരുന്നു. അവിടുത്തെ ഈ വാങ് യി ഉച്ചകോടിയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പോയിരുന്നത്. അപ്പോൾ ശ്രീ വാങ് യി അല്ല, ഷാങ്ഹായ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പോയിരുന്നുണ്ട്. പോയപ്പോൾ അവരുടെ വിദേശകാര്യമന്ത്രിയൊക്കെ കണ്ടിരുന്നെങ്കിൽ പോലും അതിന് അപ്രതീക്ഷിതമായിട്ട് ഷീ ജിങ് പിങ്ങുമായിട്ട് കൂടിക്കാഴ്ച അദ്ദേഹം നടത്തി. അതിന് സമാനമായ രീതിയിൽ ചൈനീസ് വിദേശകാര്യ മന്ത്രി ഇവിടെ വരുന്നു. നേരത്തെ ഒന്നും അജണ്ടയിലോ ആരും പറഞ്ഞിരുന്നുമില്ല പ്രധാനമന്ത്രി ഇവിടെ രണ്ടുപേരെ മാത്രമേ കാണൂ എന്നുള്ള. ആദ്യം കേട്ടിരുന്നത്
അജിത് ഡോവലുമായിട്ട് മാത്രമാണ് കാണുന്നത്. കാരണം നമ്മളുടെ ഇന്ത്യ ഈ ചൈനീസ് അതിർത്തി പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ളവ പരിഹരിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ശ്രീ അജിത് ഡോവലിനെയാണ്. ഒപ്പം തന്നെ എസ് ജയൻ, രണ്ടുപേരാണ് നമ്മളുടെ രാജ്യം ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അവരുടെ രാജ്യത്ത് ഒന്ന് ഈ വാങ്കുയിയാണ് ചുമതലപ്പെട്ട ആൾ. അപ്പൊ അദ്ദേഹം വന്ന് ജയശങ്കറിനെ കാണുമെന്നില്ലായിരുന്നു. പക്ഷെ ഇന്നലെ ജയശങ്കറിനെ കണ്ട് ചർച്ച നടത്തി. ഇന്ന് രാവിലെ ഡോവലുമായി ചർച്ച നടത്തി. ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ ചോദിക്കും, സ്വാഭാവികമായ ഒരു വിദേശകാര്യ മന്ത്രി വന്നിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണുന്നത് എന്താ തെറ്റെന്ന് ചോദിച്ചാൽ അത് സാധാരണഗതിയിലുള്ളതല്ല, അസാധാരണമായ ഒരു നീക്കമാണ്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ശ്രീ എസ് ജയശങ്കർ പല രാജ്യത്തും പോകാറുണ്ട്. അവിടെ അദ്ദേഹം പോയിട്ട് അവിടുത്തെ പ്രധാനമന്ത്രിയോ ഇല്ല പ്രസിഡന്റിയോ ഒന്നും കാണാറില്ല. അവിടെ നിന്നുള്ള വിദേശകാര്യമന്ത്രിമാർ ഇന്ത്യയിലും വരാറുണ്ട്. അപ്പൊ അവര് വന്നിട്ടും കാണില്ല. കാരണം ഇതിനൊരു പ്രോട്ടോകോൾ ഉണ്ട്. അപ്പൊ ആ പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് മാത്രമാണ് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൽ കാണുന്നത്. ഏതായാലും ഇപ്പോൾ നമ്മൾ ആ ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. രണ്ട് നീക്കങ്ങൾ. ഒന്ന്, ചൈനീസ് വിദേശകാര്യമന്ത്രി ഇന്ത്യയിലേക്ക് എത്തുന്നു. ഇതേ സമയം തന്നെ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി റഷ്യയിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണുന്നു. രണ്ടും സമാനമായ രീതിയിൽ. അത് മാത്രവുമല്ല, ഈ ട്രംപുമായിട്ട് അലാസ്കയിൽ നടക്കുന്ന ചർച്ചയ്ക്ക് മുമ്പ് ശ്രീ പുടിൻ നരേന്ദ്രമോദിയുമായി ദീർഘനേരം ഫോണിൽ സംസാരിക്കുകയും സ്ഥിതിഗതികൾ ബ്രീഫ് ചെയ്യുകയും ചെയ്തിരുന്നു. അത് സ്വാഭാവികമായ ഒരു നല്ല ഐക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. കാരണം ഈ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഒരു ബന്ധത്തിന് ഒരു സൈനിക സഹകരണമുള്ള രാജ്യങ്ങളാണത്. നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് ശ്രീ നരേന്ദ്രമോദി പുടിനുമായിട്ട് സംസാരിക്കുകയും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ബ്രീഫ് ചെയ്യുകയും ചെയ്തതായിട്ട് അന്ന് നമ്മൾ അടക്കം വാർത്ത നൽകിയിരുന്നതുമാണ്. അതിന് സമാനമായ നീക്കം. ഒപ്പം തന്നെ പുടിൻ ചെയ്ത മറ്റൊരു കാര്യം, ശ്രീ ഷി ജിൻപിങ്ങിനെ ചൈനയിലേക്കും വിളിച്ച് കാര്യങ്ങൾ ധരിപ്പിച്ചു. അതായത് നമ്മളെപ്പോഴും സാധാരണഗതിയിൽ അങ്ങനെയാണ്, രാജ്യങ്ങൾ ഒരു പുതിയ തീരുമാനത്തിലേക്ക് പോകുമ്പോൾ കട്ടക്ക് നിൽക്കുന്ന, അല്ലെങ്കിൽ ആ കൂടുള്ള സഖ്യത്തിലുള്ള, ഇല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിലുള്ളവരെ അത് വിവരം അറിയിക്കും, ഞാനിങ്ങനെ പോകുന്നുണ്ട്, ഇങ്ങനെ വിവരങ്ങളാണ് എന്നുള്ളത്. അതിനുശേഷം അലാസ്കയിലെ ചർച്ചയ്ക്ക് ശേഷം വീണ്ടും പുടിൻ നരേന്ദ്രമോദിയെ വിളിച്ച് വീണ്ടും കാര്യങ്ങൾ പറഞ്ഞു. ഇത് കണക്കൊക്കെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള വിശദീകരിച്ചു. എനിക്ക് തോന്നുന്നു സമാനമായി തന്നെ ചൈനയെയും അദ്ദേഹം വിളിച്ചു കാണും. ഇത് ശരിക്കും പറഞ്ഞാല് വളരെ അടുത്ത് സഖ്യവും സഹകരണമുള്ള രാജ്യങ്ങൾ തമ്മിലാണ് ഇത്തരത്തിലുള്ള ബന്ധം മുമ്പോട്ട് പോകുന്നത്. ഇപ്പൊ നമുക്കറിയാം, ശ്രീ ട്രംപ് അലാസ്കയിൽ പോയിട്ട് പുടിനെ കാണുന്നതിന് മുമ്പ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെയൊക്കെ അദ്ദേഹം വിളിച്ച് സംസാരിച്ചിരുന്നു. ഇതുകൂടാതെ സെലൻസ്കി ഒരു ഗൂഗിൾ മീറ്റ് നടത്തിയിരുന്നു. അതിൽ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് പങ്കെടുത്തിരുന്നു. 27. അത് സ്വാഭാവികമാണ്. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇവിടെ നടന്നിരുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് നമ്മളിത് കണ്ടതാണ്. ഇപ്പോഴും ഇത് കാണുന്നു. ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു നീക്കമായിട്ട് കാണുന്നു. ഇന്നലെ എന്തായിരുന്നു വാഷിംഗ്ടണിലത്തെ ചർച്ച എന്ന് ചോദിച്ചാൽ, പ്രത്യേകിച്ച് ചർച്ച എന്ത് രീതിയിലേക്ക് എത്തിയെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, ചീറ്റിപ്പോയി എന്ന് തന്നെ പറയാം. ഈ രാഷ്ട്രത്തലവന്മാരെല്ലാം വന്നിട്ട് അവരാരും ഈ ഒരു ഡിമാൻഡിലേക്ക് നിന്നില്ല. അവസാനം നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെയുള്ള കാര്യങ്ങളിലേക്കാണ് കാര്യം നീങ്ങുന്നത്. അതായത് ചർച്ച തുടരും എന്നുള്ളതാണ്. ഇപ്പോ ട്രംപിനെ സംബന്ധിച്ച് ഇപ്പൊ എത്രയും പെട്ടെന്ന് പുടിനും സെലൻസ്കിയും ട്രംപുമായിട്ടിരുന്നൊരു ചർച്ചയാണ്. പക്ഷെ ഈ പുടിൻ മുൻപോട്ട് വെക്കുന്ന ഡിമാൻഡുകൾ ഒരു വിട്ടുവീഴ്ചയും പുടിൻ ചെയ്യാൻ യാതൊരു സാധ്യതയുമില്ല എന്ന് തന്നെയാണ് മുമ്പോട്ട് വരുന്ന ഒരു കാര്യം. ഇപ്പൊ പുടിൻ പുതിയൊരു കാര്യം കൂടെ പറയുന്നു. നാറ്റോയ്ക്ക് സമാനമായി, ഇപ്പൊ നാറ്റോയെ നിങ്ങൾ എടുത്തില്ലെങ്കിൽ വേണ്ട, പക്ഷെ നാറ്റോയ്ക്ക് സമാനമായ ഒരു പ്രൊട്ടക്ഷനാണ് നിങ്ങൾ ഉക്രൈന് കൊടുക്കുന്നെങ്കിൽ അത് അംഗീകരിക്കാനും കഴിയില്ല എന്ന് പറയുന്നു. ഒരു വല്ലാത്ത കെണിയിലാണ് നമ്മുടെ ട്രംപ് പെട്ടത്. കാരണം നമുക്കറിയാം, കുറച്ചു ദിവസം മുമ്പ് വരെ ഒരു കുസൃതിക്കാരനായ, ഇല്ലെങ്കിൽ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു പയ്യൻ ഉണ്ടല്ലോ, നമ്മുടെ ഒരു കൊച്ചു പിള്ളേരുണ്ടല്ലോ, വലിയ ബഹളം വെച്ചൊക്കെ നടക്കുന്ന, ആ ബഹളം വെച്ച് നടക്കുന്ന പയ്യൻ കാല് തന്നെ വീണ് കഴിഞ്ഞാൽ അനങ്ങാതെ കിടക്കും. അപ്പൊ നമുക്കൊരു വിഷമം വരും. ഇന്നലെ വരെ അടിച്ചു പൊളിച്ചൊക്കെ നടന്നാണല്ലോ, എന്തു പറ്റി എന്ന് ചോദിക്കും. എന്ന് പറഞ്ഞതൊക്കെ 2 ദിവസമായിട്ട് ആവിയുമില്ല അനക്കവും ഇല്ലാതെ കിടക്കുകയാണ് ട്രംപ്. ലോകം മുഴുവൻ വിറപ്പിക്കാൻ ഇറങ്ങി, എല്ലാവരും താരിഫ് പറഞ്ഞു, ഒതുക്കാൻ ശ്രമിച്ചു. അവിടെ വാണിംഗ് കൊടുത്തു, ഇവിടെ വാണിംഗ് കൊടുത്തു, ആവശ്യമില്ലാത്തവരെയൊക്കെ പൊക്കി തലയെ വെച്ചു. അവസാനം ഇപ്പോഴത്തെ ഗതി 2 ദിവസമായിട്ട് മിണ്ടാനില്ല. കാരണം പുള്ളി എടുത്ത് ചാടിയിരിക്കുന്നത് ചെറിയൊരു കാര്യത്തിലല്ല. പിന്നെ അദ്ദേഹത്തിന്റെ എഫർട്ട് നമ്മൾ അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല, അഭിനന്ദിക്കാതിരിക്കാനും കഴിയില്ല. കാരണം ഒരു യുദ്ധം അത് ആരായാലും ഇടപെട്ട് തീർക്കുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. അതിൽ അദ്ദേഹം ഇടപെട്ടു എന്നുള്ളതാണ്. പക്ഷെ അത് എവിടെയെങ്കിലുമൊക്കെ എത്തുമോ എന്നുള്ള കാര്യം, കാരണം അത് യുദ്ധം തീരണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം, അത് ആരിടപെട്ടാലും. പക്ഷെ അത് എവിടെയെങ്കിലുമൊക്കെ എത്തുമോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയത്തിൽ നിൽക്കുന്നു. ഏതായാലും താരിഫും പുള്ളി ഉദ്ദേശിച്ച ഫലമല്ല, നേരെ തിരിച്ചുള്ള ഒരു ഫലമാണെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, മുമ്പ് എനിക്ക് തോന്നുന്നു മാസങ്ങൾക്ക് മുമ്പ് തൊട്ടേ തന്നെ നമ്മളുടെ ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ RIC എന്ന് പറയുന്ന അലയൻസിനെ കുറിച്ച് വളരെ ദീർഘമായി അനാലിസിസ് ചെയ്തിരുന്നു. അതിന്റെ ഉത്ഭവം എങ്ങനെയാണ്, എവിടെ വെച്ച് തുടങ്ങിയതൊക്കെ. അത് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, RIC മാത്രം വെച്ചുകൊണ്ട് മുൻപോട്ട് പോയാൽ നടക്കില്ല. കാരണം ഈ ഒരു സംഘടന ആയാലും
ഒരു സഖ്യമായാലും അതിന് ബാക്കപ്പ് ചെയ്യേണ്ടത് പൈസ തന്നെയാണ്, എക്കണോമി തന്നെയാണ്. അപ്പം ഈ RICക്ക് കഴിഞ്ഞിട്ട് അവർ അടുത്തൊരു സെക്ഷൻ തുടങ്ങിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടുത്ത ഒരു സെക്ഷനിലേക്ക് അവര് എത്തിയത് പിന്നെ ഈ ബ്രിക്സ് എന്ന് പറയുന്ന ഒരു സഖ്യത്തിലേക്ക്. അതൊരു സാമ്പത്തിക ശക്തിയാണ്. അതായത് സൈനികപരമായിട്ടുള്ള RICയും അതിന് തൊട്ട് താഴെ സാമ്പത്തികപരമായിട്ടുള്ള ഒരു സഖ്യമാണ് ബ്രിക്സ് എന്ന് പറയും. അപ്പൊ രണ്ടും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് നീങ്ങാൻ പറ്റും. അതായത് നമ്മളിപ്പോ ആയുധമുണ്ട് കരുത്തലാണെന്ന് പറഞ്ഞിട്ട് മാത്രം നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. കാരണം ഈ നമ്മളെപ്പോഴും പറയുന്നത് പോലെ മിസൈലൊക്കെ വിടുന്നതിന് ഉൾപ്പെടെ വലിയ ചിലവുള്ളതാണ് ഒരു യുദ്ധത്തിൽ പോയാൽ തന്നെ. അപ്പൊ സാമ്പത്തികം വേണം, കരുത്തും വേണം. അതിനു വേണ്ടിയിട്ടാണ് ബ്രിക്സ് രൂപീകരിച്ചത്. അതും ഏതാണ്ട് സക്സസിലേക്ക് അവർ നീങ്ങി. അതിനുശേഷമാണ് SIO ഒരു സൗത്ത് ഈസ്റ്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ് ഇപ്പൊ അവിടെ നടക്കുന്ന ടിയാൻജിൽ നടക്കുന്ന ഈ ഉച്ചകോടി സൗത്ത് ഈസ്റ്റ് ഓർഗനൈസേഷന്റെ ഒരു മീറ്റിംഗ് ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള രാജ്യങ്ങളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് അതിന് താഴെ ഒരു സപ്പോർട്ട്, അതായത് ഫസ്റ്റ് സൈനികപരമായിട്ട് RIC എന്നൊരു കരുത്തരായ സഖ്യം, അതിന് തൊട്ട് പിന്നിൽ ബാക്കപ്പ് അവരോട് ചേർന്ന് നിൽക്കുന്ന ഒരു എക്കണോമിക് ഒരു ബാക്ക്ഗ്രൗണ്ട്, അതിന് തൊട്ട് താഴെ അവരുടേതായ ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുള്ള ആ ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ രാജ്യങ്ങളുടെ എല്ലാം കൂടെ ഒരു കൂട്ടായ്മ. അത് മുമ്പും നരേന്ദ്രമോദി പറഞ്ഞത് തന്നെയാണ്. അതായത് നിങ്ങൾ ഇനി പിന്നെ ഏഷ്യയെ പിന്തള്ളിക്കൊണ്ടില്ല, പ്രത്യേകിച്ച് കിഴക്കൻ ഏഷ്യയെ കണ്ടില്ലെന്നൊരു ചുരുത്തിന് ഇനി പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ ഇപ്പോഴും അവരൊരു കറക്റ്റ് ഒരു ചട്ടക്കൂടായിട്ടാണ് നിൽക്കുന്നത്. ഇത് കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇവർ പണിയെടുത്തതിന്റെ ഭാഗമായിട്ടാണ്. ഇതിനിടയിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും വന്നു. ഇതിനകത്ത് ആകെ ഉണ്ടായിരുന്ന ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ക്ലാഷ് തന്നെയായിരുന്നു. 2020 ഗാൽവാൻ താഴ്വരയിൽ നടന്ന സംഘർഷവും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ അതിനുശേഷം അതൊന്ന് നേരെയാക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പണിപ്പെട്ടിട്ടുള്ള ഒരു രാജ്യം റഷ്യയാണ്. ആ റഷ്യയെ സംബന്ധിച്ച് ഈ രണ്ട് രാജ്യങ്ങളും അവരുടെ കൂടെ നിന്നെങ്കിൽ മാത്രമേ ഇന്ന് കഴിയും. മുൻപ് റഷ്യ, ചൈന, അമേരിക്ക എന്ന് പറയുന്ന രണ്ട് ധ്രുവങ്ങളിലായിരുന്നെങ്കിൽ ഇന്ന് ആ റഷ്യക്ക് പഴയ ആ പവർ ഇല്ല. അവർ ആയുധബലത്തിൽ പവർ ആണെങ്കിൽ പോലും സാമ്പത്തികമായിട്ടോ ഒന്നും അവർക്ക് വലിയ പവർ ഇല്ലാത്ത നിൽക്കുന്ന സമയം. അപ്പൊ അവരെ ബാക്കപ്പ് ചെയ്യാൻ കരുത്തരായ രണ്ട് രാജ്യങ്ങൾ, കാരണം ആപത്ത് കാലത്തൊക്കെ ഇന്ത്യക്കൊപ്പം നിന്നൊരു രാജ്യമാണ് റഷ്യ. അമേരിക്ക ഒരിക്കലും നമ്മുടെ കൂടെ നിന്നിട്ടില്ലാത്ത രാജ്യവുമാണ്. അപ്പം ആ ഒരു ബാക്കപ്പുമായിട്ട് അപ്പൊ അവരെ ചേർത്ത് നിർത്താൻ വേണ്ടി റഷ്യ എടുത്ത എഫർട്ട് ഉണ്ട്. ഏതാണ്ട് 23ഓളം യോഗങ്ങൾ RICയുടെ നിരന്തരം റഷ്യയുടെ നേതൃത്വത്തിൽ നടക്കുകയുണ്ട്. അതിന്റെയൊക്കെ ഒരു പരിണത ഫലമാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷെ അതായത് ട്രംപ് മനസ്സിലാക്കാൻ പറ്റാതെ പോയത് അണിയറയിൽ ഈ 3 പേരും ചേർന്നെടുത്ത നീക്കങ്ങൾ ട്രംപിന് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം. കാരണം ട്രംപ് കരുതിയത് എന്നും ഇന്ത്യയും ചൈനയും തമ്മിൽ ഉടക്കി നിൽക്കും. ശരിക്കും ഇന്ത്യയും ചൈനയും തമ്മിൽ ഈ അതിർത്തി തർക്കങ്ങളൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നിൽക്കുന്നു. പക്ഷെ ഒന്നിക്കാൻ പറ്റുന്ന ഒരുപാട് മേഖലയുണ്ട്. ഇന്നിപ്പോൾ രാവിലെ അജിത് ഡോവലുമായിട്ടുള്ള ചർച്ച കഴിഞ്ഞതിന് ശേഷം ചൈനയുടെ വിദേശകാര്യമന്ത്രി വാങ് യി പറഞ്ഞത് ഇന്ത്യ എതിരാളിയല്ല, പങ്കാളിയാണ്. അങ്ങനെയാണ് നാം പറയേണ്ടത്. എതിരാളി എന്ന വാക്കല്ല വേണ്ട എന്നുള്ളത്. അതിന് പകരമായ അജിത് ഡോവൽ പറഞ്ഞൊരു കാര്യം, ഇന്ത്യ ചൈന റിലേഷൻ തുടങ്ങിയിട്ട് 75 വർഷമായി. അപ്പോൾ ഇപ്പോൾ നമ്മുടെ അതിർത്തികളെല്ലാം ശാന്തമാണ്, മുമ്പോട്ട് പോകാനുള്ള ഒരു ഇതാണ് എന്നുള്ളതാണ്. ഒപ്പം ഒരു വലിയ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നു. ഇടക്കാലത്ത്, അതായത് എനിക്ക് തോന്നുന്നു ഒരു 5-6 മാസത്തിന് മുമ്പ് തൊട്ടായിരുന്നു തന്നെ വളം ചൈനയിൽ നിന്നായിരുന്നു വന്നുകൊണ്ടിരുന്ന വലിയൊരു അളവ് വരെ ആ വളം അവർ നിർത്തിവെച്ചിരുന്നു. റയർ മെറ്റൽസ് അവർ നിർത്തിവെച്ചിരുന്നു. അതിപ്പോൾ ഇന്ത്യക്ക് നൽകാമെന്ന് അവരൊരു ഓഫർ കൊടുത്തിരിക്കുകയാണ്. അതൊരു വലിയ കാര്യമാണ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച്. കാരണം നമ്മുടെ രാജ്യത്തിന് ഇപ്പോൾ ഓൾറെഡി തന്നെ നമ്മൾ ബ്രസീല്, അർജന്റീന തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട് റയർ മെറ്റൽസിന് കരാർ ഒപ്പുവെച്ചിരിക്കുന്നു. ഇന്ത്യയിലും വലിയ രീതിയിൽ തന്നെ ഖനനങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ അതിനിടയിലാണ് ഈ പിന്നെ പ്രൊട്ടക്സസ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുണ്ട്. അവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ റയർ മെറ്റൽസ് ഇത് വെച്ചിട്ട് കാന്തങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. അപ്പോൾ അത് ജപ്പാൻ കമ്പനി. അവര് ഏറ്റവും കൂടുതൽ കാന്തങ്ങൾ ഉത്പാദിപ്പിക്കുന്ന അവരുടെ ചൈനയിലെ ഫാക്ടറിയിൽ നിന്ന്. മുമ്പ് നമ്മളിവിടെ ചർച്ച ചെയ്ത് ഈ കമ്പനിയെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ആ കമ്പനിയെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയും ഇന്ത്യ വരികയും ചെയ്തു. അപ്പോൾ ആ കമ്പനി ഇന്ത്യയിലേക്ക് വരുമ്പോൾ ആ കമ്പനി പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ റയർ മെറ്റൽസിനെ കുറിച്ച് പേടിക്കേണ്ട കാര്യമില്ല, ഈ ലോകത്ത് എവിടെയൊക്കെ റയർ മെറ്റൽസ് ഉണ്ടോ അതൊക്കെ ഞങ്ങളുടെ കമ്പനിക്ക് തന്നെ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് വരുന്നുണ്ട്. ഇപ്പൊ ഏതായാലും നമ്മുടെ വ്യവസായങ്ങൾ, നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഈ ഇലക്ട്രിക്കൽ കാറ് മാത്രമല്ല ഡിഫൻസ് സിസ്റ്റങ്ങൾക്കും ഈ റയർ മെറ്റൽസ് അനിവാര്യമായ ഒരു ഘടകമാണ്. ഇപ്പൊ ഏതായാലും ചൈന നമുക്ക് തരാമെന്ന് പറഞ്ഞു. ഇവിടെ ശ്രദ്ധേയമായ കാര്യം ധനുഷ് തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ അമേരിക്കയ്ക്ക് ഉൾപ്പെടെ അവർ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ഓഫർ മുമ്പോട്ട് വെക്കുന്നത്. അതുമാത്രമല്ല, ഇന്നലെ വന്ന അപ്രതീക്ഷിതമായിട്ട് ഉള്ള ഒരു റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ വ്ളാഡിമിർ പുടിനുമായിട്ട് നരേന്ദ്രമോദി ചൈനയിലെ ടിയാൻജിൽ വെച്ച് ഓഗസ്റ്റ് 31-നോ സെപ്റ്റംബർ 1-നോ കാണാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു ത്രികക്ഷി
സഖ്യം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ മൂന്ന് പേരും കൂടെ നിൽക്കുന്ന ഒരു ചിത്രം ടിയാൻജിയിൽ നിന്ന് അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് പുറത്തു വന്നാൽ അത് ലോക ആ, മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ ലോകത്തിന്റെ മുമ്പിൽ അത് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമായിരിക്കും. കാരണം ഇതാ ഇവിടെ ഈ ഒരു സഖ്യം, അതായത് ഈ ഒരു സഖ്യത്തെ മറികടന്ന് നിങ്ങൾക്കിനി മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് അമേരിക്കയ്ക്ക് വളരെ ക്ലിയർ ഒരു മെസ്സേജ്, ഒരു ചിത്രം നൽകും, ഒരൊറ്റ ചിത്രം. ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്, പ്രത്യേകിച്ച് ഈ നരേന്ദ്രമോദിയൊക്കെ പോകുമ്പോൾ ഫോട്ടോയ്ക്ക് ക്ഷാമമൊന്നും വരില്ല എന്ന് കരുതുന്നു. ഏതായാലും അദ്ദേഹം പോകുമ്പോൾ ഇവർ മൂന്നുപേരും കൂടെ നടന്നു വരുന്ന ഒരു ചിത്രമോ വീഡിയോ ഉണ്ടെങ്കിൽ അതിന് ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയൊരു അക്സെപ്റ്റൻസ് കിട്ടുകയും അതൊരു വലിയ സന്ദേശം നൽകുകയും ചെയ്യും. അതൊരു ചിത്രത്തിന് ആ സന്ദേശം നൽകാൻ കഴിയുമെങ്കിൽ അതിനപ്പുറത്തേക്ക് നൽകുന്ന സന്ദേശം എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വാങ്കുയി എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മളൊരു മാതൃകയാകണം വികസ്വര രാജ്യങ്ങൾക്ക്. കാരണം നമ്മൾ രണ്ടുപേരും, കാരണം ചൈനയും ഒരു വികസ്വര രാജ്യമാണ്, ഇന്ത്യ ഒരു വികസ്വര രാജ്യമാണ്. നമ്മൾ ഒന്നിച്ചു നിന്നാൽ നമ്മൾ ലോകത്തെ ഏറ്റവും വലിയ ശക്തിയാണ്. നമ്മളിങ്ങനെ ഒന്നിച്ചു നിൽക്കാം എന്നുണ്ടെങ്കിൽ മറ്റു വികസ്വര രാജ്യങ്ങൾക്ക് അതൊരു കരുത്താകും. ഇന്നിപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, മുമ്പ് ഇന്ത്യയോ ചൈനയോ റഷ്യയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പല രാജ്യങ്ങളും കൂടുതലായിട്ട് അടുത്ത് വരാൻ പെടില്ലായിരുന്നു. കാരണം അവർക്ക് ഈ അമേരിക്ക പിടയ്ക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇന്ന് പബ്ലിക്കായിട്ട് അമേരിക്കയെ ചീത്ത വിളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ട്രംപിനെ ചീത്ത വിളിച്ചുകൊണ്ട് കടന്നു വരാൻ ഒരുപാട് രാജ്യങ്ങൾ, ദക്ഷിണാഫ്രിക്കയുണ്ട്, ബ്രസീലുണ്ട്, ഇന്തോനേഷ്യ ഉണ്ട്. അവരൊന്നും ഇപ്പൊ അമേരിക്കയുടെ തിട്ടൂരം കാണുന്നില്ല. അവർക്ക് സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യാൻ പറ്റുന്ന രാജ്യമുണ്ട്, അത് ഇന്ത്യ. ഒപ്പം തന്നെ ആ ഇന്ത്യയും ചൈനയും കൂടി ചേരുമ്പോഴത്തേന് അവരുടെ വിശ്വാസം കൂടുകയാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ട്രംപ് ഭയക്കുന്നത് പോലെ അധികം വൈകാതെ ഒരു ഡോളറിന് പകരമായി വരുമോ എന്ന് എനിക്കറിയില്ല. ഇന്ത്യ ഇപ്പോഴും പറയുന്നത് ഞങ്ങൾ അങ്ങനെ ശ്രമം നടത്തുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ അത് വരാനുള്ള സാധ്യതകളും കൂടുതലാണ്. ഏതായാലും അപ്രതീക്ഷിത നീക്കത്തിൽ ഞെട്ടിയത് ശരിക്കും ട്രംപ് ആണെന്ന് പറയേണ്ടി വരും. അതായത് താരിഫ് ചുമത്തിക്കൊണ്ട് ഇന്ത്യയെയും ചൈനയ്ക്ക് താരിഫ് തൽക്കാലം ചുമത്താതെ തലോടിയും നിർത്തിക്കൊണ്ട് പഴയ സായിപ്പിന്റെ ബുദ്ധി വർക്കൗട്ട് ആകില്ല ഇനി എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിലേക്ക് ട്രംപ് എത്തിയെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അതുകൊണ്ടാണ് ട്രംപ് പറയുന്നത് താരിഫിനെ കുറിച്ച് ഞാൻ ഇപ്പോഴൊന്നും പറയുന്നില്ല, പിന്നീട് നമുക്ക് ആലോചിക്കാം എന്ന് പറയുന്നു. കാരണം താരിഫ് അമേരിക്ക ബൂമറാങ് വരുന്നത്, അത് നമ്മളോട് മാത്രമല്ല പല രാജ്യങ്ങൾക്കും ചുമത്തിയ താരിഫാണ് ഇപ്പോൾ അവർക്ക് ബൂമറാങ് ആയി വരുന്നത്. കാരണം നമ്മൾ നിന്ന് ഉള്ള കച്ചവടം മാത്രമല്ലല്ലോ അവർക്കുള്ളത്, പല രാജ്യങ്ങളും സ്വന്തം അടുത്ത് കിടക്കുന്ന കാനഡയിൽ നിന്നുണ്ട്, അങ്ങനെ പല രാജ്യങ്ങളും. ഇതെല്ലാം കൂടെ അവർക്ക് ഒരു ഒരു തലവേദന സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. ഇവിടെ വീണ്ടും കരുത്തനായ റഷ്യ എത്തുമ്പോൾ അവിടത്തേക്ക് ലോകക്രമം തന്നെ മാറ്റിമറിക്കാൻ തയ്യാറായിട്ടുള്ള ഇന്ത്യയും ചൈനയും എത്തുന്നു. ഇവിടെ രസകരമായിട്ടൊരു കാര്യമുണ്ട്, ഞാൻ ഇന്നലെ ചർച്ച ഞാൻ പറഞ്ഞിരുന്നു, ഇന്ത്യയിലെ ഹൈ പവർ ആയിട്ടുള്ള ഹൈ പർച്ചേസിംഗ് കപ്പാസിറ്റി ഉള്ള 30 കോടി ജനമുണ്ട്. സമാനമായിട്ടുള്ള ജനം ചൈനയിലുമുണ്ട്. ഈ രണ്ട് ജനത്തിനെയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അതിന്റെ അത്രയും വരുന്നില്ല അമേരിക്കയുടെ ജനസംഖ്യ എന്നുള്ളതാണ് ട്രംപിനെ കുഴപ്പിക്കുന്ന മറ്റൊരു കാര്യം. ഏതായാലും പഴയ പൊടിക്കൈകൾ, അതായത് ഒരാളെ തല്ലുകയും മറ്റൊരാളെ തലോടുകയും ചെയ്തുകൊണ്ട് നിർത്തുക എന്നുള്ള ഒരു പഴയ ബ്രിട്ടീഷ് തന്ത്രം, ഇല്ലെങ്കിൽ പഴയ സായിപ്പിന്റെ ആ ഒരു തന്ത്രം ഇനി ഇവിടെ വിലപ്പോകില്ല. കാരണം അതിനൊരു വലിയ താങ്ക്സ് പറയേണ്ടത് ശ്രീ പുടിനോട് തന്നെയാണ്. കാരണം അദ്ദേഹം ഈ രണ്ട് പേരുടെ ഇടയിൽ ഒരു വലിയേട്ടനായി നിന്നുകൊണ്ട് രണ്ടുപേരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടും നമ്മൾ ഭിന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ കൃത്യമായി പറഞ്ഞുകൊണ്ടും മുൻപോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് വലിയൊരു വിജയമായിട്ട് തന്നെ കാണുന്നത്. ഇവിടെ ഇന്ത്യയുടെ ഒരു നിലപാട് കൂടി ഈ അവസരത്തിൽ നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. ഇവിടെ തായ്വാനെ കുറിച്ച് ഇന്ത്യ നമ്മുടെ നയം വ്യക്തമാക്കി. തായ്വാനുമായിട്ട് നമ്മൾ ബന്ധം തുടരും, വാണിജ്യ ബന്ധമാണ് തുടരുമെന്ന് ചൈനയെ നമ്മൾ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇപ്പോഴും ചൈനയും പാകിസ്ഥാനും തമ്മിൽ നല്ല ബന്ധമാണ്, വാണിജ്യ ബന്ധം അടക്കമുണ്ട്. അപ്പൊ അതിന് ബദലായിട്ട് ഇപ്പോഴത്തെ ഒരു ചെക്ക് ഇവിടെ ഇരിക്കട്ടെ, ഒരു ചെക്ക് അവിടെ, ആ ചെക്കുണ്ട്, ആ ചെക്ക് മാറ്റുമ്പോൾ ഞങ്ങൾ ഈ ചെക്ക് ഒന്ന് മാറ്റിത്തരാം, രണ്ടിടത്തും നമുക്ക് പോകാം. അതുകൊണ്ട് ബദൽക്ക് ബദൽ വേണമല്ലോ. അപ്പം എന്താണ്, പാകിസ്ഥാനിൽ നിങ്ങൾ വിഡ്രോ ചെയ്യുക, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിങ്ങൾ എന്ത് കുറയ്ക്കുന്നു അതിനനുസരിച്ച് ഞങ്ങൾ തായ്വാനോടുള്ള സഹകരണം കുറയ്ക്കാം. ഇപ്പൊ നിങ്ങൾ 10 മിസൈലാണ് പാകിസ്ഥാൻ കൊടുക്കുന്നത്, ഞങ്ങൾ 10 കൊടുക്കൂ, ഇല്ലെങ്കിൽ നിങ്ങൾ എന്താണ് കൊടുക്കുന്നത്, അങ്ങനെ ചെയ്തു കഴിഞ്ഞു. അതാണ് പറഞ്ഞത്, ബദൽ ടു ബദലാണ്. പക്ഷെ ചൈന ഇതിനെ കുറിച്ച് മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ഇതും കൂടെ ഉൾപ്പെടെയുള്ള ചർച്ചകൾ എന്തായാലും താരിഫ് ഒരു ചർച്ചയായിട്ട് എന്തായാലും ഈ 3 പേരും കാണുമ്പോൾ വരുമെന്നുള്ള ഒരു ഉറപ്പാണ്. ഒപ്പം തന്നെ ഇന്ത്യ മുമ്പോട്ട് വെച്ചിരിക്കുന്നതും ഇപ്പൊ ചൈന അംഗീകരിച്ചില്ല. എനിക്ക് തോന്നുന്നു ചൈന ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ ഭീകരവാദത്തിനെതിരെ, അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനെതിരെ ഉള്ള ഒരു നിലപാട് ചൈന എടുത്തിരിക്കുന്നത്. വളരെ വളരെ സ്ട്രോങ് ആയിട്ട് പറയും, ഇന്നും പറയുന്നുണ്ട്, ഇന്നും എസ് ജയശങ്കർ പറയുന്നുണ്ട്, അതിർത്തി കടന്നുള്ള ഭീകരവാദം തന്നെയാണ് പ്രധാന പ്രശ്നം. അത് ആദ്യമായിട്ടാണ് ചൈന അത് പറയുന്നത്. കാരണം ചൈനയ്ക്ക് അറിയാൻ പാടില്ലഞ്ഞിട്ടല്ലോ ഇന്ത്യ എന്തുകൊണ്ടാണ് ഈ ഭീകരവാദം എന്ന് പറയുന്നത്. പാകിസ്ഥാന്റെ പ്രശ്നം തന്നെ ആയിരിക്കുമല്ലോ പറയുന്നത്, അത് ചൈനയ്ക്ക് അറിയാൻ പാടില്ലഞ്ഞിട്ടില്ല. അപ്പൊ അവരും അത് അംഗീകരിക്കുന്ന നിലയിലേക്ക് വന്നു. ഏതായാലും നമ്മൾ എപ്പോഴും പറയുന്ന പോലെ മുമ്പൊക്കെ ലോകത്തിന്റെ ക്രമം മാസങ്ങളോ വർഷങ്ങളോ എടുത്തിട്ടാണ് മാറുന്നെങ്കിൽ ഇത് അനുനിമിഷം
അനുദിനമെന്ന് പറയാൻ കഴിയില്ല. അനുദിനമെന്ന് പറയുമ്പോൾ ഓരോ ദിവസവും എന്ന് പറയേണ്ടി വരും. ഇത് അനുനിമിഷം, ഓരോ നിമിഷം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഒരുപക്ഷെ ഈ വാർത്ത അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത നിമിഷം എന്താണ് വരുന്നത് എന്നുള്ളത് അടുത്ത നിമിഷം മാത്രം ചിന്തിക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് ഒരുപക്ഷെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്ത് നടക്കുന്ന ഒരു ശീതയുദ്ധം എന്ന് തന്നെ നമുക്ക് ഇതിനെ പറയാൻ കഴിയും. ആ ശീതയുദ്ധത്തിന്റെ ഒരു സ്ട്രോങ്സ്റ്റ് ലെവലിലേക്ക്, ഒരു പീക്ക് ലെവലിലേക്ക് ഇപ്പം നടന്ന് അടുക്കുകയാണ്. എന്തും എപ്പോഴും സംഭവിക്കാം. ഏതായാലും ഇപ്പോഴുള്ളത് ചെറിയ ശാന്തത മാത്രമാണ്.